മലയാളത്തിലാണ് പ്രസംഗം, ഉള്ളി മലയാളം. അതെ, കർത്താവിന്റെ സ്തോത്രം. മലയാളത്തിൽ മാത്രം കർത്താവിന്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പലതാക്കൾ വെച്ചിരുന്നു. സിമ്പിൾ വേഴ്സായിട്ട് കണക്കാക്കുന്നത്. Only in Malayalam, that's why he said that, but I am just requesting you, take the little children in your lap and put your hand on them and pray for them. God will bring result for you. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ മകള് തന്നെ മടിയിൽ വെച്ചിട്ട് ആ കൈ എന്റെ തലയിൽ വെച്ച് എനിക്ക് പാടിത്തന്ന പാട്ടിൽ നിന്ന് ഞാൻ ഓർക്കും. ദൈവത്തിന്റെ പൈതൃകം സ്വർഗരായിരിക്കുന്നത് ഇരിക്കട്ടെ. കർത്താവ് ദാസി ആയുസ് ആരോഗ്യം തരുമ്പോൾ ലോകം മുഴുവൻ പോയി ദേശത്തെങ്ങും പോയി സുവിശേഷ കർത്താവ് 5 മിനിറ്റ് എന്നോട് പറഞ്ഞ വളരെ പെട്ടെന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ ഞങ്ങളുടെ കാര്യങ്ങൾ കർത്താവിന്റെ കാര്യങ്ങളിൽ പ്രാർത്ഥിച്ച് വരുന്ന 17-ാം തീയതി ഡാളസിലേക്കും കർത്താവിലേക്ക് മടങ്ങി ഇവിടെ വന്ന 1-ാം തീയതി വന്ന 2-ാം തീയതിയും 9-ാം തീയതിയും ഇവിടെ കർത്താവിന്റെ ദാസനോട് തിരുമക്കളോട് ദൈവത്തെ ആരാധിച്ചിട്ട് 10-ാം തീയതി ഞങ്ങൾ ഒക്ടോബർ 10 നാട്ടിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ടായി. കാലാവസ്ഥയുടെ മറ്റു കാര്യങ്ങളുടെ മുമ്പിൽ അത് ദൈവത്തിന്റെ കരുണ, ആയുസ്സും ആരോഗ്യവും ആവശ്യമെങ്കിൽ മടങ്ങി വരും. അതല്ലായിരിക്കും ദൈവം എന്ത് ആഗ്രഹിക്കുന്നു ഞങ്ങളെ കുറിച്ച്. അതിനുവേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. പടയിലോ ഇതിന്റെ 17-ാമത്തെ സഭയാണ് ഞാൻ നിങ്ങളൊക്കെ ആരാധിച്ചത്. മറ്റ് 16 സഭകളിൽ ശുശ്രൂഷിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മറക്കാനാകാത്തൊരു അനുഭവം ദൈവം നിങ്ങൾക്ക് എനിക്ക് തന്നതുകൊണ്ട് നിങ്ങളുടെ അസ്ഥിയും മാംസത്തിന് മാംസമാണ്. നിങ്ങളുടെ ആവേശം ഞാൻ വളരെ സന്തോഷിക്കുന്നു. വിനു എന്ന് അറിയുകയാണ്. എവറി തേഴ്സ്ഡേ ഞാൻ അഭിവൃദ്ധി പ്രൈസലോ ഇതിനുവേണ്ടി വളരെ നാളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Everything name what is written in the old book and as well as other name I just അവരിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ തീർച്ചയായും ഞാൻ പ്രത്യേകമായി ഇൻസ്പയർ അഭിനയെ അതിനൊന്ന് വിളിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളോടൊപ്പം ദൈവത്തോട് ആരാധിപ്പാൻ, ഈ നാളിനോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിനെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. പറഞ്ഞതിന് ചിന്തിച്ച ഇനി 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അത് പറയട്ടെ. പോസിബിലിറ്റി God used me mightily. Hallelujah. A body need an eye and an eye need a body. ശരീരത്തിന് ഒരു കണ്ണ് വേണം, കണ്ണിന് ഒരു ശരീരം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ശരീരമാകുന്ന സഭയിലെ കണ്ണും കൈയും കാലും ശരീരവും ഒക്കെ ആയി ദൈവം നമ്മെ ആക്കി തീർത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Numbers have its own significant meaning. 9:11. When you remember that misery, agony, ഒരുപാട് സഹോദരിമാര് അനാഥരായി, കുഞ്ഞുങ്ങൾ അനാഥരായി, വിധവമാരായി, ഹാസ്യരായി, വേദനയും നിരാശയുമായിരുന്നു. When 9/11 is removed, giving that memory, John 3:16 give what? It is a hope. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചു. അതാണ് ആ സന്ദേശം. ലോകത്തിന്റെ ദിവസങ്ങളിൽ നമ്പറുടെ സന്ദേശം വേദനിപ്പിക്കുന്നതാണെങ്കിൽ ക്രൂശിന്റെ സന്ദേശം ജീവൻ തരുന്നതാണ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അച്ഛൻ്റെക്ക് ഒരു ഒറ്റ കാര്യം മാത്രം ദൈവത്തിന്റെ കർത്താവ് ദാസനോട് പറഞ്ഞപ്പോൾ അത് മാത്രം പറഞ്ഞ് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. Matthew chapter 27 verse 35. Then they crucified him and divided his garment, casting lots that it might be fulfilled which was spoken by prophet. കാലുകളുടെ ക്രൂശിൽ കർത്താവ് തൂങ്ങിക്കിടക്കാണ്. ഇരുക്കലന്മാരുടെ മധ്യേ പലരും അവരോട് കൂടെയുണ്ടായി. ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ദൈവത്തിന്റെ ഏകജാതൻ പിടിഞ്ഞുമ്പോൾ അത് താൻ കുറച്ചു പേര് നിന്നിട്ട് അവന്റെ വസ്ത്രത്തിന് വേണ്ടി ചീട്ടെടുക്കാണ്. They are very near to cross, but they are far away by heart. ഹൃദയം കൊണ്ട് അവർ വളരെ ദൂരെയായിരുന്നു.
ഒക്കെ വളരെ കർത്താവിനോട് ക്രൂശോട് വളരെ അടുത്തായിരുന്നെങ്കിൽ തന്നെയും ഹല്ലേലൂയ, അവരുടെ ജീവിതം പല രീതിയിലും കർത്താവിൽ നിന്ന് അകന്ന് ആയിരുന്നു. ഞാൻ അതിനെ വിശദീകരിക്കാൻ ഈ സമയത്ത് ഇത് പറയുന്നു. ദൈവമക്കളെ, കടന്നു പോകുന്നവരും all the one who they were passing through, they were having the same attitude. And the other two guys crucified left and right, they too, അവർക്കും അങ്ങനെയുണ്ട്. കടന്നു വന്ന എല്ലാവർക്കും പലതരത്തിലുള്ള ചിന്തകളായിരുന്നു. യേശു എന്താണ് മനുഷ്യന് വേണ്ടി ചെയ്തതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. എങ്കിൽ അവർ കർത്താവിന്റെ ക്രൂശിനോട് വളരെ അടുത്തായിരുന്നു. നാം എന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുമ്പോൾ എന്റെ ദൈവങ്ങളെ എന്നെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ എവിടെ ആയിരിക്കുമ്പോൾ നാം കർത്താവിന്റെ സാന്നിധ്യത്തിലാണ്. എങ്കിലും നമ്മുടെ ചിന്തകൾ എവിടെ കർത്താവായി പോകുന്നു? നമ്മുടെ നിലവുകൾ എവിടേക്കാണ്? ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സെവിടെ പോയിട്ടില്ല. വാക്കിനെ ചുരുക്കട്ടെ. ക്രൂശിൽപ്പെടുന്നുണ്ട്. ജോൺ ചാപ്റ്റർ 17:21 അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് ഞാൻ ഒന്ന് വായിക്കട്ടെ. ആരെങ്കിലും വെച്ചാൽ യോഹന്നാൻ 17:21 ആരെങ്കിലും ഒന്ന് വായിച്ചാലോ? പെട്ടെന്ന് അവരെല്ലാവരും ഒന്നാകാം. All we are to be together. നമ്മൾ എല്ലാവരും ഒന്നാകാം. Same message. What the Spirit gave to you through His servant. And Amit was also speaking from that. കർത്താവ് നാം ഒന്നാകണം. കർത്താവിന്റെ സന്നിധി നമ്മുടെ ആയിരിക്കുമ്പോൾ പലതിനെ കുറിച്ച്, നമ്മുടെ സ്ഥാനത്തെക്കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ ഭാവിയെ കുറിച്ചൊക്കെ നാം ചിന്തിച്ചു പോകും. ആ പട്ടാളക്കാര് കർത്താവ് പിടഞ്ഞു മരിക്കുന്നതൊന്നും അവർക്കൊരു കാര്യമല്ല. അവർക്ക് ആ വസ്ത്രത്തിന്റെ ഒരു തൊപ്പി കിട്ടണം, ഒരു ഭാഗം കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ചിന്ത എങ്ങനെയല്ല. കർത്താവെ, നീ വരുവാൻ താമസിച്ചാൽ നിന്നോടുകൂടെ നിത്യതയിൽ ഞാൻ സന്തോഷിപ്പാൻ. കർത്താവ് വരുമ്പോൾ എനിക്ക് തലമുറ സന്തോഷിപ്പാൻ മാത്രമല്ല, ചുറ്റുപാടുള്ള അനേക ജീവിതങ്ങൾ നിരാശയിലും ദുഃഖത്തിലോ ആയിരിക്കും സന്തോഷിപ്പാൻ തക്കണം. കർത്താവ് നിന്റെ വരവിൽ മുന്നണിയായി നിൽപ്പാൻ കർത്താവിനെ സഹായിക്കണേ. ആ ലക്ഷ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. Let us concentrate our thoughts and all our deed in our heart. നമ്മുടെ മനസ്സിലൂടെ എല്ലാം ഒരുമിച്ച് കർത്താവിൽ നീ മാത്രം മതി. നമ്മുടെ പാടിയല്ലോ, നീ മാത്രം മതി എന്ന് ഞാൻ ഏൽപ്പിക്കുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ ഇഷ്ടം. കർത്താവിനെ ഓർത്ത് ആദ്യം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു, കർത്താവദാസൻ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി അറിയാം ഞങ്ങളുടെ യാത്ര, ഞങ്ങളുടെ ജീവിതം തുടർന്നുള്ള every step what he asked us. രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, സ്റ്റീവ്, പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമുള്ളതല്ല, നാം അവന്റേതായി തീരുവാൻ, അവൻ നമ്മെ നിയന്ത്രിക്കുന്നതായി തീരുവാൻ. That God, that every opportunity when you kneel down at the feet of God, ask Him, Father, take care of my life which you want me to go. ഞാൻ ഏത് വഴിയാണ് പോകുക, ആ വഴി പോകുക, എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് ഒരു വഴിയായിരിക്കാൻ എവിടെയായിരുന്നാലും നിങ്ങളെയൊക്കെ പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന അവസരം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് ഒന്നായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് എന്തിനു വേണ്ടി വന്നു, അവരെ നമ്മെ ചേർത്താൽ അന്ന് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ്